ഹലോ വെൽക്കം ബാക്ക് ടു ബ്യൂട്ടി ലോഞ്ച്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് കല്യാണമോ ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത്. അതിൽ നിന്ന് ഞാൻ മുട്ടയുടെ വെള്ള മാത്രമാണ് എടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ആ അറ്റത്ത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ നാരങ്ങ നീര്. അപ്പോൾ ഇത് രണ്ടും മതി നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് റെഡിയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ഇൻഗ്രീഡിയൻസ് ബീറ്റ് ചെയ്തെടുത്താണ് കേട്ടോ ഇത്. അത് എന്നിട്ട് നമ്മളൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ പോവുകയാണ്. ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ചൂടാവുന്ന വെള്ളത്തിലേക്ക് നമ്മളൊന്ന് ഇറക്കി വെക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, എന്നിട്ട് നമ്മൾ നിർത്തണം കേട്ടോ. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് കണ്ടോ, തൈരിൻ്റെ ഒരു രീതിയിൽ ഇത് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഫേസ് പാക്കിന് നല്ല നാരങ്ങയുടെ സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ മുട്ടയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതങ്ങനെ കിട്ടണില്ല. നല്ല നാരങ്ങയുടെ സ്മെല്ലായതുകൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫേസിൽ മൊത്തം നല്ല തിക്കായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടും ഇപ്പം ഞാൻ എടുത്തത് ഒരു കംപ്ലീറ്റ് എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ എടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടും ബാക്കി വന്നപ്പോൾ ഞാൻ എൻ്റെ നെക്കിൽ അപ്ലൈ ചെയ്തു. എന്നിട്ടും ബാക്കി വന്നപ്പോൾ എൻ്റെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. കാരണം നമ്മൾ പ്രൊഡക്റ്റ് വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സംസാരിക്കാതിരിക്കുക. കാരണം ഇതിൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ടൈറ്റൻ ചെയ്യും. അപ്പോൾ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസൊക്കെ വരാനുള്ള ചാൻസസ് കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സെമി ഡ്രൈ ആവുന്നവരെ വെച്ചിട്ട് ഒരു നോർമലായിട്ടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുക. ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാണ്ടാവും, നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ് ഫീലാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഏറ്റവും സൂപ്പർ നമ്മുടെ ഓയിലി സ്കിന്നുകാർക്കായിരിക്കും. കാരണം നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ ശരിക്കും റിമൂവ് ചെയ്യുന്നുണ്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ബിഗ് തംസ് അപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിലും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. Bye.